സഖാക്കളെ, ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഏതാണ്ട് 5000-ത്തിനടുത്ത് ആളുകൾ വന്നു കഴിഞ്ഞിരിക്കും. 15-ാം തീയതി വരെയുള്ള രജിസ്ട്രേഷൻ എടുത്താൽ 4800 പരം ആളുകളാണ്. അതിന് ശേഷമുള്ള രജിസ്ട്രേഷൻ പിന്നെയും വന്നിട്ടുണ്ട്. അപ്പോൾ 5000-ന് മുകളിൽ ആളുകളുടെ രജിസ്ട്രേഷൻ വന്നു കഴിഞ്ഞു. എന്തൊക്കെ ബഹളമായിരുന്നു. എന്തൊക്കെയായിരുന്നു. 3000 പേരെ ഞങ്ങൾ പ്രതീക്ഷിച്ചുള്ളൂ. പക്ഷേ രജിസ്ട്രേഷൻ നിറഞ്ഞു കവിഞ്ഞ് 5000-വും പിന്നിട്ട് തിരക്കി. മുഖ്യമന്ത്രി പിണറായിയും പരിവാരങ്ങൾക്ക് ഇരിക്കാൻ കസേര കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, അയ്യപ്പ ഭക്തർ കൈ നിറച്ച് പണവുമായി അങ്ങ് വന്നാ മതി, നിങ്ങൾ ഇരിക്കണം. എന്നിട്ട് സുഹൃത്തുക്കളെ, ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇപ്പൊ കാലി കസേരകൾ മാത്രം. ആ കസേരകൾ ഒന്ന് വാരി ഒതുക്കിയല്ലേ നമുക്ക് ക്രിക്കറ്റ് കളിക്കാം. ഇതാണാടേ 5000 പേർ. കനകമ്മേ, കഞ്ഞിയാകുമ്പോ വിളിച്ചാ മതി. ചേട്ടാ, നേരം വെളുത്ത് എഴുന്നേക്ക്. രതീഷ്, ഞാനല്ലേ വിളിക്കുന്നത്? ഇങ്ങനെ തുടങ്ങാമോ രതീഷ്? പമ്പയിൽ ആർഭാട സംഗമം. 7 കോടി പൊടിച്ചിട്ടിരുന്നുറങ്ങുവാണ്. അതിനു വേണ്ടിയിട്ടാണ് ഒരു വേദി. എന്തത് പാടത്ത് കോലായിട്ട് നിൽക്കാൻ പോണോ? കോലോ? ഇത് കംപ്ലീറ്റ് വാടകയ്ക്ക് എടുത്തതാ, ആ കിളവന്റെ സന്തതിക്ക് പോകാൻ. സന്തതിയെ മറ്റേ പദ്ധതിയില്ല, പദ്ധതി. ആണോ? ഞാൻ നിങ്ങളോട് ചോദിക്കാണോ? വലിയൊരു അപകടത്തിൽ നിന്നാണ് ശിവരാമൻ എന്നെയും ഈ കുടുംബത്തെയും രക്ഷിച്ചത്. ആണോ ആയിരിക്കണമെന്നല്ല, ആണോ അതോ അല്ലയോ? മുഖ്യമന്ത്രി ഇവിടെ തൊണ്ട കീറി അലറിയിട്ടും അത് കേൾക്കാൻ 10 ബംഗാളിയെ പോലും കിട്ടിയില്ല. അയ്യപ്പ സംഗമത്തിന് ഓൺലൈൻ ബുക്ക് ചെയ്തെന്ന് പറഞ്ഞവരിൽ ഭൂരിഭാഗവും എത്തിയില്ല. പിന്നൊന്നും നോക്കിയില്ല, അങ്ങ് പൂഴിക്കടകൻ പുറത്തെടുത്ത് സർക്കാർ ജീവനക്കാരെയും ദേവസ്വം ബോർഡ് ജീവനക്കാരെയും ഒക്കെ അങ്ങോട്ട് എത്തിച്ച് അവരിങ്ങനെ ID കാർഡൊക്കെ ഇട്ട്, ചേട്ടാ അതെങ്കിലും ഒന്ന് ഊരി വെക്കണ്ടേ ചേട്ടാ? യാതൊരു ഉളുപ്പും ഇല്ലാതെ സർക്കാരിൻ്റെ ബാഡ്ജും ധരിച്ച് സർക്കാർ സംഗമ സദസ്സിലിരുന്ന് ഉറക്കാം. അതായത് ശമ്പളം ഇങ്ങും പണി അവിടെയും. വിദേശികളും വന്നില്ല കേട്ടാ, അവരും ചതിച്ച്. 2 ഇംഗ്ലീഷ് പറയാന്ന് വെച്ചാൽ മുഖ്യനിപ്പോൾ ആരായി? എന്തായാലും മുഖ്യമന്ത്രിയുടെ ക്ഷണം സ്വീകരിച്ചേ നമ്മുടെ മുൻ സിമി പ്രവർത്തകൻ വന്നിട്ടുണ്ട്. അതാണ് ഒരാശ്വാസം. കല്ലും മുള്ളും കാലുക്കുമെത്ത. പാല് കുടിച്ചാൽ അതെ, ഈ പുലിപ്പുറത്താണല്ലോ അയ്യപ്പന് പാല് വാങ്ങിക്കാനായിട്ട് ഈ കാട്ടിക്കൂടെ. സർക്കാർ ജീവനക്കാരെങ്കിൽ ജീവനക്കാര്. പിണറായിയുടെ വക വിശ്വാസികൾക്കൊരു ക്ലാസ് പിന്നല്ല. കഷ്ടപ്പെട്ട് കാനനപാതകൾ താണ്ടി 18-ാം പടി കയറി അവിടെ എത്തുന്ന ഭക്തജനങ്ങളെ സ്വാഗതം ചെയ്യുന്നത് തത്വമസി എന്ന ഉപനിഷത്ത് വചനമാണ്. സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്യുന്ന മനുഷ്യനാണത്രേ ഭക്തൻ. ഇത്ര നാൾ എവിടെയായിരുന്നു? കേരളത്തിലെ LDF ഗവൺമെന്റ് അധികാരത്തിലേറി ആദ്യഘട്ടത്തിൽ ഭക്തർ പരിപാടി ബഹിഷ്കരിച്ചതുകൊണ്ട് ആരും ശരണം വിളിച്ചില്ല. അല്ലെങ്കിൽ പിന്നെ പുള്ളി ആളാകെ മാറിയേന, ഹാലിളകിയേന. വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ കുറേ ആളുണ്ട് തോന്നുമല്ലേ? വെറുതെ ശബ്ദം ഉണ്ടാക്കാതിരിക്കുന്നതാണല്ലേ ഒരു യോഗത്തിൽ അതിൻ്റെതായ അച്ചടക്കം പാലിച്ചിരിക്കുന്നതാണ് എപ്പോഴും നല്ലത് കേട്ടോ. എന്തും കാണിക്കാനുള്ളൊരു വേദിയാണ് യോഗം എന്ന് കരുതരുത്. അജയൻ ഒന്നാടും, പക്ഷെ വീഴില്ല.